ബീഹാറിൽ നിന്നും ഏറ്റവും ഒടുവിലായി കേരളത്തിലേക്ക് ആനയിക്കപ്പെട്ട ഗജരാജൻ. ആയിരക്കണക്കായ ആനകളുടെ ക്രയവിക്രയം വഴി വിശ്വപ്രസിദ്ധമായ ബീഹാറിലെ സോൺപൂർ മേളയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിലയ്ക്ക് വിൽപ്പനയായിട്ടുള്ള ആനച്ചന്ത. അതാണ് നന്ദിലത്ത് പത്മനാഭൻ. നന്ദിലത്ത് പത്മനാഭൻ കേരളത്തിലെത്തിയിട്ട് 2 വർഷം തികയുന്നതേയുള്ളൂ. നന്ദിലത്ത് പത്മനാഭന് ശേഷം കേരളത്തിലേക്ക് പുതുതായി ബീഹാർ ആനകൾ എത്തിച്ചേർന്നിട്ടില്ലാത്തതിൻ്റെ പ്രധാന കാരണം ആനകളുടെ അന്തർ സംസ്ഥാന കൈമാറ്റത്തിലും വിൽപ്പനയിലും ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളും വിലക്കുകളും തന്നെയാണ്. പോയ വർഷത്തെ സോൺപൂർ മേള അതുകൊണ്ട് തന്നെ കാര്യമായ ആനക്കച്ചവടങ്ങൾ ഒന്നുമില്ലാതെ നിറം മങ്ങുകയും ചെയ്തു. ഇന്ത്യയിൽ ഇന്ന് കേരളത്തിലല്ലാതെ മറ്റെവിടെയും 10 അടിക്കുമേൽ ഉയരമുള്ള നാട്ടാനകളെ കണി കാണാൻ പോലും ഇല്ലെന്നതാണ് ഏറ്റവും അത്ഭുതകരമായ യാഥാർത്ഥ്യം. ഉയരവും ഭംഗിയുമുള്ള നല്ലൊരു ആനയെ കണ്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം എവിടെയെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ, കാറ്റിനേക്കാൾ വേഗം മലയാളികൾ പറന്നെത്തും. അതിന് 9.5 അടിക്കുമേൽ ഉയരമുണ്ടെങ്കിൽ കഥ പറയുകയും വേണ്ട. മത്സരിച്ചു വില പറഞ്ഞ അവസാനം ബീഹാറികളും ആസാമികളും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തത്ര വലിയ തുകയ്ക്കാവും ആനയെയും കൊണ്ട് ഏതെങ്കിലും ഒരു ആനക്കമ്പക്കാരൻ കേരളത്തിലേക്ക് വണ്ടി പിടിക്കുക. മധ്യപ്രദേശിലെ സാംഗ്ലിയിൽ വലിയൊരാന നിൽക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ആനക്കമ്പക്കാരായ ചില ആന ഉടമകളുടെ ഉറക്കം കെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. അതും 10 അടി കഷ്ടിയാണത്രേ. കേരളത്തിലെത്തി ഇത്രയും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ മലയാളിയുടെ ആനക്കമ്പത്തിൻ്റെ സെൻട്രൽ സ്റ്റേജിലെ പ്രധാന കഥാപാത്രമാവാൻ നന്ദിലത്ത് പത്മനാഭൻ എന്ന ഈ ഹിമവൽ പുത്രനെ പ്രാപ്തനാക്കിയത് ഇവൻ്റെ അജയ്യമായ ഉയരപ്പെരുമ തന്നെയാണ്. സോൺപൂർ മേളയുടെ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം എന്ന അപൂർവ റെക്കോർഡ് ഇവൻ്റെ പേരിൽ കുറിക്കപ്പെട്ടതിൻ്റെ കാരണവും ഇവൻ്റെ ഉയരപ്പെരുമയല്ലാതെ മറ്റൊന്നുമല്ല. ആനയെഴുന്നള്ളിപ്പിന് മാത്രമായി ഒരു ആടയാഭരണ ശൈലിയും സംഗീത ശാഖയും തന്നെ രൂപം കൊണ്ട ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ നന്ദിലത്ത് പത്മനാഭനെ ഗജലക്ഷണ ശാസ്ത്രത്തിൻ്റെ അംഗപ്രത്യംഗ കണിശതകൾ എല്ലാം തികഞ്ഞ ഒരാനയെന്ന് വിളിക്കാനാവില്ല. പക്ഷേ ഇന്നത്തെ ഉത്സവ നഗരികളിൽ ആനകളുടെ അനിവാര്യ യോഗ്യതകളായിത്തീരുന്ന 2 അടിസ്ഥാന ഘടകങ്ങൾ ഇവനിൽ കൃത്യമായി ഒത്തുചേർന്നിരിക്കുന്നു: ഉയരപ്പെരുമയും സ്വഭാവശുദ്ധിയും. തൃശൂരിലെ വ്യവസായ പ്രമുഖനായ നന്ദിലത്ത് ഗോപുവിൻ്റെ സ്വപ്ന സാഫല്യവും അഭിമാനവുമാണ് ഇന്ന് നന്ദിലത്ത് പത്മനാഭൻ. കുടുംബപരമായി ആനക്കമ്പവും ഗജപരിപാലന പാരമ്പര്യവും ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഗോപുവിൻ്റെ വീട്ടിലേക്ക് ആനയും ആനക്കമ്പവും പടികടന്നു വന്നത് അമ്മത്തൊട്ടിലിൻ്റെ താരാട്ട് പോലെ ഹൃദ്യമായ ഒരു കാൽപ്പനിക പാതയിലൂടെയാണ്. ഗോപുവിൻ്റെ 2 വയസ്സുകാരൻ മകന് ഇത്തിരിയില്ലാത്ത പ്രായത്തിൽ തന്നെ ആനയും ആനക്കഥകളും ഏറെ ഇഷ്ടം. എത്ര വാശി പിടിച്ച് കരയുകയാണെങ്കിലും VCRൽ ഗജകേസരി യോഗം എന്ന സിനിമ ഇട്ടുകൊടുത്താൽ പിന്നെ പടം തീരുന്നതുവരെ കക്ഷിയുടെ കാര്യം കുശാൽ. സിനിമയിൽ ഇന്നസെന്റ് ആനയോട് പറയുന്ന ഹിന്ദി വാക്കുകളാണത്രേ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പ്രായത്തിൽ തന്നെ കൊച്ചു പയ്യൻ ഹൃദിസ്ഥമാക്കിയത്. ആനക്കമ്പക്കാരനായ മകന്റെ പിറന്നാളിന് ഗുരുവായൂരിലേക്ക് ഒരാനയെ നടക്കിരുത്തുവാൻ തന്നെ ഗോപു തീരുമാനിക്കുന്നു. കുസൃതി കുടുക്കയായ അർജുൻ എന്ന ആനക്കുട്ടി അങ്ങനെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഗുരുവായൂരപ്പനുള്ള കാണിക്കയാണെന്നറിയാമെങ്കിലും കൊച്ചു കൊച്ചു കുറുമ്പുകളിലൂടെ ഒരു കുട്ടിയാനയ്ക്ക് മാത്രം സാധ്യമാവുന്ന വില്ലത്തരങ്ങളിലൂടെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ അവൻ കുടുംബത്തിൽ ഒരംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ഉടമയായ നന്ദിലത്ത് ഗോപുവിനും ഭാര്യ ഷൈനിക്കും മക്കളായ ഐശ്വര്യ, അർജുൻ എന്നിവർക്കും ഇവൻ അവരുടെ പ്രിയപ്പെട്ട പപ്പനാണ്, വീട്ടിലെ 5-ാം അംഗം. നന്ദിലത്ത് പത്മനാഭനെ കൂടാതെ നന്ദിലത്ത് അർജുൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്നിവരും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്താനായി നിർത്തിയിട്ടുള്ള ആനക്കുട്ടിയും അടക്കം 4 ആനകൾ ഇവർക്ക് സ്വന്തമായുണ്ട്. ഗുരുവായൂരിലെ ആനയോട്ട മത്സരത്തിലെ സ്ഥിരം ജേതാവായ ഗോപി കണ്ണനും നന്ദിലത്തുകാർ നടക്കിരുത്തിയ ആനയാണ്. പലപ്പോഴായി 10ഓളം ആനകൾ ഈ കുടുംബത്തിൽ വന്നു പോയിട്ടുണ്ട്. എങ്കിലും കേരളം മുഴുവൻ ആരാധിക്കുന്ന, അംഗീകരിക്കുന്ന
ഒരാനച്ചന്തത്തിനായുള്ള അവരുടെ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയാണ് 10 അടിയോളം ഉയരമുള്ള നന്ദിലത്ത് പത്മനാഭൻ. ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ആനയോട് വലിയ താല്പര്യമാണ്. പക്ഷേ ഗുരുവായൂർ ഞാനൊരു ആനയെ നടയിരുത്തി ഫസ്റ്റിൽ. അപ്പോൾ ആ ആനയെ വാങ്ങിച്ച് വീട്ടിൽ കുറേ കാലം ഞാൻ നോക്കി. അപ്പോൾ അതിന് ശേഷമാണ് കൂടുതലും ആനക്കമ്പം തുടങ്ങാൻ കാരണം. ഗുരുവായൂരപ്പൻ അത് നടയിരുത്തി. അതിന് ശേഷമാണ് പല ആനകളും വാങ്ങിക്കാനുള്ള ഭാഗ്യം. അത് ഞാൻ 1993-94 കാലഘട്ടത്തിലാണ് ഞാൻ നടയിരുത്തിയത്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ആനയെ നടയിരുത്തിയിട്ടുണ്ട്, ഗോപി കണ്ണനുണ്ട്. 2 ആന ഇപ്പോൾ ഗുരുവായൂരപ്പനെ ഞാൻ നടയിരുത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ആനക്കമ്പം മെയിനായിട്ട് തുടങ്ങാൻ കാരണം. അതിനുശേഷം വലിയൊരു ആന ഞാൻ വേറെ വാങ്ങിക്കുന്നുണ്ട്. അല്ല, അർജുനൻ എന്ന് പറഞ്ഞൊരു ആനയാണ്. പത്മനാഭൻ ലാസ്റ്റ് വാങ്ങിച്ച ആനയാണ്. ഏറ്റവും ലാസ്റ്റ് വാങ്ങിച്ച ആനയാണ് പത്മനാഭൻ. ബീഹാറിൽ നിന്ന് വന്നതിൽ ഏറ്റവും ഉയരം കൂടിയ ആനയാണ് ഇപ്പം അടുത്ത് വന്നതിൽ. 10 അടി മേലെയുള്ള ഒരു ആനയാണ്. നല്ല വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. ഇപ്പം മൊത്തം 4 ആനയുണ്ട്. അയ്യോ, ഇനി ആന വാങ്ങിക്കുന്നില്ല. എന്നിരുന്നാലും ഈ 4 ആനയെ ഭംഗിയായി കൊണ്ടുനടക്കുന്നുള്ളൊരു ആഗ്രഹമാണ്. കുഞ്ഞൊരു ആനയും കൂടി ഗുരുവായൂർ നടയിരുത്തണം. അതിനിപ്പോൾ വാങ്ങിച്ചു നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് ശ്രീകൃഷ്ണൻ. ബീഹാറിൽ നിന്നും 2002 ഗോപു ഇവനെ കണ്ടെടുക്കുമ്പോൾ സ്വന്തമെന്ന് പറയാൻ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഉയരം മാത്രമേ പത്മനാഭൻ്റെ ആസ്തിയായി ഉണ്ടായിരുന്നുള്ളൂ. ആലിൻ കൊമ്പുകളും ഉണങ്ങി വരേണ്ട വൈക്കോലും മാത്രം കഷ്ടിച്ച് അരിഷ്ടിച്ച് ഭക്ഷിച്ചിരുന്ന ആനയുടെ ദേഹത്തു നിന്നും ഓരോ എല്ലും പെറുക്കിയെടുക്കാവുന്ന വല്ലാത്തൊരു രൂപം. എങ്കിലും വാങ്ങി. നന്നായി മെനക്കെട്ടാൽ ആന കൊഴുത്തു മിനുങ്ങാൻ വലിയ താമസമുണ്ടാവില്ല എന്നൊരു വിശ്വാസം. പീതാംബരധാരി എന്നായിരുന്നു അത്രേ അന്നിവൻ്റെ പേര്. പീതാംബരനെ കൊണ്ടു നടന്നിരുന്നത് മൊയ്നുൽ ഇസ്ലാം എന്ന പാപ്പാനും അയാളുടെ പുത്രൻ 14 വയസ്സുകാരനായ ഹബീബും. ഒരു ഹോട്ടലിൽ ടൂറിസ്റ്റുകളെ നാട് കാണിക്കാനുള്ള സവാരി മൃഗമെന്നതായിരുന്നു അന്നിവൻ്റെ പ്രധാന ദൗത്യം. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോപികണ്ണൻ എന്ന് പറഞ്ഞ ആനയായിരുന്നു. അപ്പോൾ നമ്മളത് ഗുരുവായൂർ നടയിരുത്തി. കുറേ നാൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മളൊരു എന്താ പറയുക, എൻ്റെ ഒരു മോനെ നോക്കണ പോലെ ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. പോകുമ്പോ ഭയങ്കര വിഷമായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ടാണോ ഈ ആനയുടെ കമ്പനി, അതോ മുമ്പ് ആനയെ കാണാനുള്ള താല്പര്യമുണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചിപ്പോ വന്നതിന് ശേഷമാണ് ഈ ആനയും പട്ടി പൂച്ച അങ്ങനെയുള്ള മനുഷ്യരായിട്ടേ ഉള്ളൂ. മനുഷ്യരായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കല്യാണം കഴിച്ചപ്പോ ആനയുടെ ഇപ്പൊ ഏതാനോടാ കമ്പം? ഇപ്പം അർജുനാണ് കൂടുതൽ എനിക്കിഷ്ടം. ഗോപികൃഷ്ണനോടുള്ള ഗോപികണ്ണനോടുള്ള ഒരു സ്നേഹം ഇവിടെ പോയ കാണാറുണ്ടോ? ഇപ്പൊ പോയാലും അമ്പലത്തിലുണ്ടെങ്കിൽ അപ്പൊ നമ്മള് അത് നിങ്ങളെ കണ്ട സ്നേഹം തുമ്പിയിൽ ഇങ്ങനെ പഴം കാണിക്കും വേണമെന്ന് ഇങ്ങടെ ഉണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അടുത്ത പോണേനോ അങ്ങനെയൊന്നും പ്രശ്നമില്ല. എൻ്റെ മോനെ പോലെ തന്നെയായിരുന്നു അവൻ നോക്കിയിരുന്നത്. ആന മലയാളിക്ക് സ്വന്തമായ ശേഷം 7 നാൾ നീണ്ട ലോറി യാത്രയിൽ പീതാംബരധാരിയെയും കൊണ്ട് കേരളത്തിലേക്ക് പോന്നത് കൊച്ച് ഹബീബ് മാത്രം. നല്ലൊരു ആനത്തോട്ടിയുടെ തടിമെടുക്ക് പോലുമില്ലാത്ത ഹബീബിൻ്റെ വായ്ത്താരികൾക്കൊപ്പം പീതാംബരധാരി എന്ന ഈ ഗജരാജൻ ഒരു നിഴലിനെ പോലെ അനുസരിച്ചു നിൽക്കുന്നത് തൃശ്ശൂരിലെ ആനക്കമ്പക്കാർക്ക് ഒരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു. നന്ദിലത്ത് പത്മനാഭനായി രൂപവും ഭാവവും മാറിയ ആനയുടെ പുതിയ പാപ്പാനോട് കൊച്ചു ഹബീബ് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം: നിങ്ങൾ ഇവനെ വെറുമൊരു ആനയായി കണ്ട് ചുമ്മാ തല്ലിച്ചതയ്ക്കരുത്. പറയേണ്ട പോലെ പറഞ്ഞാൽ മതി, എൻ്റെ പീതാംബർ അനുസരിച്ചോളും. ഹബീബിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് ഈ ആനയുടെ ഓരോ ചലനവും ഓരോ പ്രഭാതവും. ലോറി യാത്രയ്ക്കൊടുവിൽ ഒരു സന്ധ്യയ്ക്ക് തൃശ്ശൂരിൽ വന്നിറങ്ങിയ ആനയെ പുതിയ പാപ്പാൻ രാമൻ ഒരടിയേ അടിച്ചുള്ളൂ. ആന മെരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഒത്തിരി വിരുദ്ധന്മാരെയും വഴക്കാളികളെയും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരാന ആ പാപ്പാൻ്റെ ജീവിതത്തിൽ തന്നെ ഒരത്ഭുതമായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കടന്നിരിക്കും മുമ്പേ വണ്ടി തൻ്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും ഒപ്പിച്ച് നീങ്ങുന്നത് കണ്ടപ്പോൾ പാപ്പാന് ഒരാശ: നമുക്കിവനെ നാളെ തന്നെ ഒരു പൂരമെടുപ്പിച്ചാലെന്താ? അതിത്തിരി കടന്ന കൈ തന്നെയായിരുന്നു. എങ്കിലും പാപ്പാൻ്റെ ഉത്സാഹവും ആനയുടെ പാവത്തവും കണ്ടപ്പോൾ ഉടമയായ ഗോപുവും തൃശ്ശൂരിലെ അശോകേശ്വരം ശിവക്ഷേത്ര ഭാരവാഹികളും അത് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നാളെ പുലർച്ചെയുള്ള വിളക്കിനെഴുന്നള്ളിപ്പിൻ്റെ തിടമ്പ് ഈ നവാഗതന് തന്നെ.
ജീവിതത്തിൽ ഇന്നോളം ഒരു നെറ്റിപ്പട്ടം കെട്ടിയ ശീലം പോലുമില്ലാത്ത ആ ഒരു ആന കാതടപ്പിക്കുന്ന ചെണ്ടമേളത്തിനും ലോകം നടുങ്ങുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾക്കും മധ്യേ മണിക്കൂറുകളോളം മറ്റാനകൾക്കൊപ്പം നിന്ന് ഉത്സവം ഘോഷിക്കുക എന്ന പരീക്ഷണം അതൊരു സാഹസം തന്നെയായിരുന്നു. ഒടുവിൽ കൊട്ടിക്കലാശവും കഴിഞ്ഞ് തിടമ്പിറക്കി ആനയുടെ മുഖത്തു നിന്നും നെറ്റിപ്പട്ടം അഴിച്ചപ്പോഴേ ഉടമയുടെ ശ്വാസം നേരെ വീണുള്ളൂ. ആനയോടൊപ്പം ആനപ്പറമ്പിലേക്ക് നീങ്ങിയ ഉടമയോട് ക്ഷേത്രഭാരവാഹികളിൽ ഒരാൾ പറഞ്ഞ വാക്കുകൾ: സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇവനാണ് കൊടുക്കേണ്ടത്. ആ വാക്കുകൾ നന്ദിലത്ത് പത്മനാഭനുള്ള എക്കാലത്തെയും വലിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു. ആന കൂറ്റനും കരുത്തനുമാകുന്നതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും തെല്ല് ധാർഷ്ട്യവും ആരടാ എന്തടാ ശൈലിയും ഇഴചേരുന്നത് തീർത്തും സ്വാഭാവികം. പക്ഷേ അങ്ങനെയുള്ള ഒരു ആനയെ ഇത്ര വിധേയത്വത്തോടെയും അനുസരണയോടെയും ഒത്തുകിട്ടുകയെന്ന് പറഞ്ഞാൽ ഗജപരിപാലന രംഗത്ത് അത് ഉടമയുടെ അത്യപൂർവമായ ഒരു ഭാഗ്യം തന്നെയാണ്. കേരളത്തിലെത്തി 2 ആഴ്ചയ്ക്കകം ഏറെ പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിന് പൂർണ്ണത്രയീശന്റെ സ്വർണ്ണത്തിടമ്പ് ഏന്തുവാനുള്ള അപൂർവ ഭാഗ്യവും ഈ ഗജരാജനുണ്ടായി. ഇക്കുറി പത്മനാഭന്റെ മതപ്പാട് കാലം പുതിയ പാപ്പാൻ മണിയുടെ വീട്ടുപരിസരത്തായിരുന്നു. ഇല്ല, കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല, മൃഗമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മോഹമാണ്. ഈ ആന എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ലാഭത്തിനോ കച്ചവടത്തിനോ ഒന്നും വേണ്ടിയല്ല നമ്മൾ നടത്തുന്നത്. എൻ്റെ ഒരു ആഗ്രഹം നല്ലൊരു ആന വേണം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊരു നല്ലൊരു കാറുണ്ട്, അത് ഇത്ര പേരുണ്ടാവില്ല. ആ സ്ഥാനത്ത് ആന ഉണ്ടെങ്കിൽ നമുക്കൊരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് വഴി കൂടെ ഒരു ആന പോവുകയാണെങ്കിൽ ചോദിക്കും, അപ്പോൾ ഇത് ആരുടെ ആനയാണ്? നന്ദിലത്തിൻ്റെ ആനയാണ്. അപ്പോൾ ആ ഒരു പേര്, പ്രശസ്തി അത്രയേ ഉള്ളൂ. പിന്നെ ഈ ജീവിയോടുള്ള താല്പര്യം മെയിനായിട്ട്. ആന എന്ന് പറയുന്നത് മൃഗങ്ങളോട് എല്ലാ മൃഗങ്ങളോടും വലിയ ഇഷ്ടമാണ്. കുളിപ്പിക്കുമ്പോൾ അവസാനം മാത്രമേ പാപ്പാന്മാർ പത്മനാഭന്റെ മുഖത്തും തലയിലും വെള്ളം ഒഴിക്കാവൂ എന്നത് അവൻ്റെ ശീലവും നിർബന്ധവുമാണ്. ഇവൻ്റെ ഈ പിടിവാശി ഓർക്കാതെ ഏതെങ്കിലും പാപ്പാൻ ഇത്തിരി വെള്ളം ആദ്യം മുഖത്തൊഴിക്കാമെന്ന് വെച്ചാൽ പത്മനാഭൻ അതോടെ കുളി അവസാനിപ്പിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കും. നന്ദിലത്ത് പത്മനാഭന്റെ മസ്തകത്തിൽ വലിയൊരു വെള്ളപ്പാടുണ്ട്. ബീഹാറിൽ വെച്ച് ആനയുടെ നേർക്കുണ്ടായ ക്രൂരതകളുടെ വാക്യപത്രമെന്ന പതിവ് മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിലും ഇവിടെ അതും തെറ്റി. കേരളത്തിലെത്തിയ ശേഷം സംഭവിച്ച ചെറിയൊരബദ്ധം. ആന തലയിൽ വാരിയിട്ട ഏതോ മണ്ണിൽ നിന്നുള്ള പൊള്ളലാണിത്. മണ്ണ് ദേഹം മുഴുവൻ വാരിയിട്ടുകൊണ്ടുള്ള കുളി ആനകൾക്ക് ആരോഗ്യദായകമാണെങ്കിലും ചില നേരങ്ങളിലെങ്കിലും ഇങ്ങനെയും സംഭവിക്കാമത്രേ. ഏതായാലും പൊള്ളൽപ്പാടിന് മേലെ കറുത്ത പുള്ളികൾ വന്നു ആ പാണ്ട് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
ഒരു കാലത്ത് 100 കണക്കിന് ആനകൾ നീന്തി തുടിക്കുകയും പുളച്ചുമറിയുകയും ചെയ്തിരുന്ന ഭാരതപ്പുഴ ഇന്ന് ഒരാനയ്ക്ക് നന്നായി നനഞ്ഞു കിടക്കാനുള്ള വെള്ളം പോലുമില്ലാതെ ഊർദ്ധശ്വാസം വലിക്കുന്നു. അപ്പോഴും ഇതാ അധികൃതരുടെ മൂക്കിന് താഴെ കൂടി നിളയിൽ നിന്നുള്ള മണലൂറ്റൽ അഭംഗുരം തുടരുന്നു. ഈ ആനയെ സംബന്ധിച്ചോളം കൂടുതൽ നല്ലൊരു ആന എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആന നല്ലൊരു രീതി ഉള്ള ഒരു സ്വഭാവമുള്ള ഒരു ആനയാണ്. പിന്നെ എല്ലാ ആനയുള്ള മാതിരി ഒരു പ്രത്യേകകരമായുള്ള സ്വഭാവമല്ല. ക്രൂരമായിട്ട് എന്തെങ്കിലും ആളെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും മർദ്ദിക്കണം. ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? അത് നമുക്ക് അവൻ്റെ രീതികൾ കണ്ടാൽ നമുക്ക് സുമാറ് മനസ്സിലാവും. അപ്പം നമ്മൾ ആനയിൽ നിന്ന് ഇങ്ങനെ വഴിയടിച്ച് പോകുമ്പോൾ കൂടുതലായിട്ടൊന്ന് പിന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ആനയുടെ മുഖർ വെട്ടി തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് തിരിഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾ ആന ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനൊക്കെ ആന നമ്മളിങ്ങനെ മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് കൈകാര്യം തൊട്ട് കുഴിഞ്ഞ് ഇപ്പോൾ പിന്നൊന്നൊരു അടി കൊടുത്താലും നമ്മൾ ആനയുടെ വന്നിട്ട് അങ്ങനെ ഒന്ന് തൊട്ടാൽ അവൻ അവിടെ ശാന്തനാവും. അതേമാതിരി നമ്മൾ ആനയെ വിശ്വാസം ഉള്ള ഒരാൾ, ചട്ടക്കാരൻ, ആനയ്ക്ക് വിശ്വാസമുള്ള ഒരാൾ ആനയുടെ കൂടെ വേണം. ഈ ആന ഒറ്റച്ചട്ടമൊന്നുമല്ല, 3 ആൾക്കും ആനച്ചട്ടാണ്. ഒന്നാം പാപ്പാനായ തിരുവാഴിയോട് മണി ഇവനെ സ്നേഹം കൂടുമ്പോൾ കുഞ്ചു എന്നും കൊഞ്ചിച്ചു വിളിക്കാറ്. സുനിൽ, രാമൻകുട്ടി എന്നിവരാണ് ഇടച്ചട്ടക്കാർ. ഉടമയും കുടുംബവും ഇവനെ വിളിക്കുന്നത് പപ്പനെന്ന്. കണ്ടില്ലേ, പാപ്പാനൊന്ന് മർമ്മത്തിൽ ഞെരടിയപ്പോൾ തന്നെ പത്മനാഭൻ ആകെ കോരിത്തരിക്കുന്നത്. ചെറുതുരുത്തിയിൽ പുഴയോടും പ്രകൃതിയോടുമുള്ള മനുഷ്യൻ എന്ന ഇരുകാലി മൃഗങ്ങളുടെ ദയയില്ലാ വധത്തിന് സാക്ഷ്യം വഹിച്ച ഞങ്ങൾ തൊട്ടടുത്ത നാൾ നന്ദിലത്ത് പത്മനാഭൻ്റെ ആനവണ്ടിയെ പിന്തുടർന്ന് തൃപ്രയാർ എത്തുമ്പോൾ പ്രതീക്ഷയുടെ നറുവെട്ടത്തിനും സാക്ഷിയായത് യാദൃച്ഛികം. തൃപ്രയാർ ഏകാദശി ഉത്സവത്തോടനുബന്ധമായി പുഴയുടെ മലിനീകരണത്തിനെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ആഭിമുഖ്യത്തിൽ ഒരു ബോധവൽക്കരണ സായാഹ്നം. അന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ തേവരുടെ തിടമ്പുമേന്തു നിന്ന നന്ദിലത്ത് പത്മനാഭനും ആ കാഴ്ച കണ്ട് സന്തോഷിച്ചിരിക്കുന്നു. തൃപ്രയാർ ഉത്സവം ആനകളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശേഷപ്പെട്ടതാണ്. ആനകളുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും തൃപ്രയാറും ആയുസ്സിന് നെല്ലുവായി ക്ഷേത്രവും എന്നതാണ് വിശ്വാസം. തൃപ്രയാർ തേവരുടെ സ്വർണ്ണത്തിടമ്പ് ഏറ്റുകയെന്ന അപൂർവ ഭാഗ്യത്തിന് ശേഷം അതേ രാത്രി തന്നെ പത്മനാഭൻ നേരെ തൃപ്പൂണിത്തുറയിലേക്ക്. തൃപ്രയാർ, തൃപ്പൂണിത്തുറ, മരട് തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് നന്ദിലത്ത് പത്മനാഭൻ ആനക്കമ്പക്കാരുടെ സ്നേഹലാളനകൾ പിടിച്ചുപറ്റുന്ന പതിവ് മുഖമാണ്. വർഷത്തിൽ 364 ദിവസവും അടഞ്ഞുകിടക്കുന്ന വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം തൃശ്ശൂർ പൂര ദിവസം കണിമംഗലം ശാസ്താവിൻ്റെ തിടമ്പ് മേന്തി വന്ന് തള്ളിത്തുറന്ന് അകത്ത് കടക്കുവാനുള്ള അപൂർവ ഭാഗ്യവും പോയ വർഷം നന്ദിലത്ത് പത്മനാഭനാണുണ്ടായത്. മറ്റെന്തിനേക്കാളും ഉപരി ആനയുടെ ഉയരം മാനദണ്ഡമാക്കുന്ന മത്സരപൂരങ്ങളുടെ കാലമാണിത്. മത്സരപൂരങ്ങളിൽ ഓരോ വിഭാഗത്തിനും താന്താങ്ങളുടെ ഗജവീരൻ്റെ തല എല്ലാറ്റിനും മേലെ ഉയർന്നു നിൽക്കണമെന്ന ഒരൊറ്റ ശാഠ്യം മാത്രമേ ഉണ്ടാവൂ. കേരളത്തിലെത്തി ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ എഴുന്നള്ളത്തിന് നല്ല ചിട്ടയോടെ ഒരേ നിലയിൽ നിൽക്കുവാൻ ശീലിച്ചു കഴിഞ്ഞ നന്ദിലത്ത് പത്മനാഭൻ പൂരപ്പറമ്പുകളിൽ ആവേശത്തിമിർപ്പുകൾ ഉയർത്തിക്കൊണ്ട് മുന്നേറുകയാണ്. നന്ദിലത്ത് പത്മനാഭനെ പോലെ ഉയരപ്പെരുമയുടെ തലയെടുപ്പോടെ നിൽക്കുന്ന തികഞ്ഞ ശാന്തശീലർ ഉത്സവപ്പറമ്പുകൾക്ക് ഒരലങ്കാരവും അനുഗ്രഹവുമാണ്. മത്സരപ്പൂരങ്ങളുടെ ആവേശത്തിമിർപ്പിലും ആനച്ചന്തത്തിൻ്റെ ഗരിമയ്ക്കും ആഠ്യത്വത്തിനും പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമാർന്ന ഉത്സവ നഗരികളിലും ഈ ഹിമവൽ പുത്രൻ ഒരേപോലെ പ്രിയങ്കരനാണ്. കാലം ഒഴുകുകയാണ്. മലയാണ്മയുടെ മണ്ണിലെത്തി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഉത്സവത്തിടമ്പേന്തി ചരിത്രം സൃഷ്ടിച്ച ഈ ഗജരാജനെ കാത്ത് പുതിയ ഉയരങ്ങളും അംഗീകാരത്തിൻ്റെ പുതുപുത്തൻ സ്വർണ്ണത്തിടമ്പുകളും കാത്തിരിക്കുന്നു. ഉയരപ്പെരുമയ്ക്കൊപ്പം സമാധാനത്തിൻ്റെ സന്ദേശവാഹകൻ എന്ന താരത്തിളക്കം കൂടിയാവുമ്പോൾ നന്ദിലത്ത് പത്മനാഭൻ മലയാള മണ്ണിൽ ആനച്ചന്തത്തിൻ്റെയും ആനക്കമ്പത്തിൻ്റെയും സ്നേഹഗാഥകളും വീരഗാഥകളും വിരചിക്കുന്നതിന് നമുക്ക് കാതോർത്തിരിക്കാം.